ഹായ് ഹലോ എല്ലാവർക്കും സ്വാഗതം കേഡെക്സയുടെ യൂട്യൂബ് ചാനലിലേക്ക്. ഓട്ടോകാഡ് ട്യൂട്ടോറിയൽ സീരീസിലെ 10ാമത്തെ വീഡിയോ ആണിത്. സോ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോവാം. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് രണ്ട് ടോപ്പിക്കുകളാണ്. ഫസ്റ്റ് വൺ ടേബിള്, സെക്കൻഡ് വൺ ഹാച്ച്. സോ ആദ്യം ടേബിൾ എന്താണെന്ന് പറയാം. ടേബിളിന്റെ കമാൻഡ് TB ആണ്. TB ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. ഇവിടെ വരുന്ന സമയത്ത് ഇൻസേർട്ട് ടേബിൾ എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് TB ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുമ്പോൾ വരുന്നത്. ഇതിൽ സ്റ്റാർട്ട് ഫ്രം എം ടി ടേബിൾ, അതായത് എം ടി ആയിട്ടുള്ള ഒരു ടേബിൾ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് അർത്ഥം. ഇൻസേർഷൻ ബിഹേവിയറിലേക്ക് വരുമ്പോൾ സ്പെസിഫൈ ഇൻസേർഷൻ പോയിന്റ്. ഓക്കെ, എന്താണെന്ന് എനിക്കിപ്പോൾ പഠിപ്പിക്കാം. ഞാനിവിടെ ഓക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മളെ മൗസിന്റെ പോയിന്ററിന്റെ കൂടെ ആണ് ടേബിൾ വരുന്നത്. ഓക്കെ, അതായത് നമ്മളിപ്പോ ഒരു ഒബ്ജക്റ്റ് മൂവ് കോപ്പി ഒക്കെ ചെയ്യുമ്പോൾ ഒരു ബേസ് പോയിന്റ് പിക്ക് ചെയ്യില്ലേ, ഒരു കോർണർ പോയിന്റ് ഒക്കെ പിക്ക് ചെയ്യില്ലേ, അതുപോലെ ഒരു പോയിന്റിനെ ബേസ് ചെയ്തിട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് എന്ത് പറയാ, സ്പെസിഫൈ ഇൻസേർഷൻ പോയിന്റ് എന്ന് പറയാം. ക്ലിയർ? ടേബിളിലേക്ക് വരാം. ഇവിടെ കോളം ആൻഡ് റോ സെറ്റിംഗ്സിലേക്ക് വരുമ്പം ഇവിടെ കോളം ഞാനൊരു 8 കൊടുക്കുകയാണ്. കോളം എന്ന് പറയുമ്പോൾ എന്താ, ഇങ്ങനെ വെർട്ടിക്കൽ ആയിട്ട് വരുന്ന ഭാഗമാണ് കോളം. ഹോറിസോണ്ടൽ ആയിട്ട് വരുന്ന ഭാഗം എന്താണ്, റോ ആണ്. റോ ഞാനൊരു 6 കൊടുക്കുന്നു. ദെൻ റോ എന്ന് പറയുന്നത് ഡാറ്റ റോ ആണ്, അതായത് ആദ്യം വരുന്ന ഭാഗം ടൈറ്റിൽ ആണ്. നോക്കിയേ, ഫസ്റ്റ് റോ സെൽ സ്റ്റൈൽ ടൈറ്റിൽ, സെക്കൻഡ് റോ ഇതാണ് എന്താണ്, ഹെഡർ. ഓൾ അതർ റോ സെൽ സ്റ്റൈൽസ് ഡാറ്റ. ഇപ്പൊ ഡാറ്റ റോ എന്ന് പറയുന്ന ഭാഗം, അതായത് ഈ ഡാറ്റ എന്ന് എഴുതി ഈ ഭാഗമാണ് എത്രണ്ണം വരേണ്ടതെന്ന് പറഞ്ഞു, 6 വരേണ്ടത് പറഞ്ഞു. ദെൻ ഓക്കെ കൊടുക്കുക, ക്ലിക്ക് ചെയ്യുക. നമ്മളിവിടെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ടേബിൾ ക്രിയേറ്റ് ആവുന്നുണ്ട്. ആ സമയത്ത് ഏതും കൂടെ ആക്റ്റീവ് ആവും, ടെക്സ്റ്റും കൂടെ ആക്റ്റീവ് ആവും. അത് ഏറ്റവും ടൈറ്റിലാണ് ടെക്സ്റ്റ് ആക്റ്റീവ് ആയിട്ട് ഉണ്ടാവുക. നമ്മൾ ഇൻഡെക്സ് എന്ന് ടൈപ്പ് ചെയ്യുക. ഇനി താഴേക്കായിട്ട് നമ്മൾ എന്തെങ്കിലും താഴേക്ക് ടൈപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കീബോർഡിലെ താഴേക്കുള്ള ഏറോ മാർക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ ടൈപ്പ് ചെയ്യാണ്. റൈറ്റ് സൈഡിലേക്ക് ടൈപ്പ് ചെയ്യണമെങ്കിലോ കീബോർഡിലെ റൈറ്റ് സൈഡിലുള്ള ഏറോ മാർക്ക് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ അങ്ങനെ നമുക്ക് ടൈപ്പ് ചെയ്ത് പോവാം. ക്ലിയർ? ഇവിടെ ക്ലോസ് ടെക്സ്റ്റ് എഡിറ്റർ കൊടുത്താൽ ആ ടെക്സ്റ്റും കൂടെ ക്രിയേറ്റ് ആവും. ഇനി നമ്മൾ നോക്കേണ്ടത് ഒരു കോളവും ഒരു റോവും കൂടി ചേരുന്ന ഒരു റെക്റ്റാങ്കിൾ പോർഷനെയാണ് നമ്മൾ സെൽ എന്ന് പറയാം. എന്ത് പറയും? ഒരു കോളം ഒരു റോയും കൂടി ചേരുന്ന ഈ ഒരു കുഞ്ഞ് റെക്റ്റാങ്കിൾ പോർഷൻ ഇല്ലേ, അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഒരു സെൽ എന്ന് പറയാം. ഒരു സെല്ല്. ഓക്കെ, ആ സെല്ലിലാണ് നമ്മൾ കണ്ടന്റുകൾ ടൈപ്പ് ചെയ്യുന്നത്. ആ സെല്ലിനെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കണ്ടന്റുകൾ ടൈപ്പ് ചെയ്യാനുള്ള ടെക്സ്റ്റ് മോഡ് ആക്റ്റീവ് ആവും. ക്ലിയർ അല്ലേ? സെറ്റ്. ഈ ടേബിളിന്റെ ഒരു ന്യൂനതയായിട്ട് നമുക്ക് പറയാനില്ലത്, ഒരു വലിയൊരു ന്യൂനതയായിട്ട് കാണണ്ട, നമ്മൾ ഈ ടേബിൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഏത് ടേബിള്, ഇൻസേർഷൻ പോയിന്റ്, നമ്മളൊരു പോയിന്റിനെ ബേസ് ചെയ്തിട്ട് ടേബിൾ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഉദ്ദേശിക്കുന്ന വലുപ്പത്തിലേക്ക് ടേബിൾ വരക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റില്ല. ഉദ്ദേശിക്കുന്ന വലുപ്പത്തിലേക്ക് ടേബിൾ വരക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റില്ല. വരച്ച് കഴിഞ്ഞതിന് ശേഷം, അതായത് ടേബിൾ ഇവിടെ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ടേബിളിനെ സെലക്ട് ചെയ്യുക. ഇവിടെ ഒരു കോർണർ പോയിന്റ് ഉണ്ടാവും, ഇങ്ങനെ ഇഷ്ടത്തിനനുസരിച്ച് ഡ്രാഗ് ചെയ്യാം. ഓക്കെ, അതൊരു ചേഞ്ചസ് ആയിട്ട്, ന്യൂനതയല്ല, അതിന്റെ ഒരു ചേഞ്ച് ആയിട്ട് പറഞ്ഞതാണ് കേട്ടോ. ക്ലിയർ അല്ലേ? ഇങ്ങനെ നമുക്കിങ്ങനെ ഡ്രാഗ് ചെയ്ത് മാറ്റാം. ഇനി ഓരോ കോളത്തിന്റെ വീതിയും അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിലോ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇങ്ങോട്ട് വലിക്കാം. ഈ ഓരോരോ പോയിന്റ് ക്ലിക്ക് ചെയ്തിട്ട് ശ്രദ്ധിക്കണേ, സിംഗിൾ ക്ലിക്ക് ആണേ, ഡബിൾ ക്ലിക്ക് അല്ല. റെഡി അല്ലേ? ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. എന്നാൽ അടുത്തൊരു ടേബിൾ ഉണ്ട്, അതിന് ഈ പറഞ്ഞ ന്യൂനത ഇല്ല. അത് ഏതാണ്? സ്പെസിഫൈ വിൻഡോ ആണ്. വീണ്ടും TB ടൈപ്പ് ചെയ്യുന്നു, സ്പെസിഫൈ വിൻഡോയിലേക്ക് വരുന്നു. സ്പെസിഫൈ വിൻഡോ എടുത്ത് ഇതേപോലെ 8, 6 എന്ന് പറഞ്ഞ് കോളം ആൻഡ് റോ സെറ്റ് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുന്നു. നമ്മൾക്ക് ഏത് വലുപ്പത്തിലും ടേബിൾ വരക്കാം. അതാണ് സ്പെസിഫൈ വിൻഡോ. മനസ്സിലായോ? ഇത്ര വേണോ, ഇത് വേണോ, ഇത് വേണോ, എങ്ങനെ വേണമെങ്കിലും വരക്കാം. ക്ലിയർ? അതാണ് അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ചെയ്യാലോ? ഇപ്പൊ ടേബിൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, അത് ക്ലിയർ ആയി. ഇനി അടുത്തൊരു ടോപ്പിക്കായിട്ട് എനിക്ക് പറയാനുള്ളത് ഏതാണ്? ഹാച്ച് ആണ്. ഹാച്ച് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഒബ്ജക്റ്റിന്റെ, ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റിനെ
ഡിഫറെന്റ് ടൈപ്പ് പാറ്റേൺ ഉപയോഗിച്ച് ഫില്ല് ചെയ്യുന്ന പ്രോസസ്സാണ് ഹാച്ച്. എന്താണ്? ഒരു ക്ലോസ്ഡ് ഒബ്ജക്റ്റിനെ ഡിഫറെന്റ് ടൈപ്പ് ഡിസൈൻ ഓർ പാറ്റേൺ ഉപയോഗിച്ച് ഫില്ല് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയാ? ഹാച്ച് എന്ന് പറയാം. അതിനുവേണ്ടി ഞാനിപ്പോ ഒരു ഒബ്ജക്റ്റ് വരച്ചു. എച്ച് ആണ് ഹാച്ചിന്റെ കമാൻഡ്. എച്ച് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യാം. നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ പാറ്റേൺ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ഉണ്ടാവുക. നമ്മളിവിടെ ഈ ഒരു ഏറോ മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ ഇഷ്ടംപോലെ പാറ്റേൺ അഥവാ ഡിസൈൻ കിട്ടും. എടുക്കുക, ക്ലിയർ. ഒരു ഒബ്ജക്റ്റ് എടുത്തു. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ഒരു പാറ്റേൺ എടുക്കുന്ന സമയത്ത് ഇവിടെ എന്താ പറയുന്നത്? സെലക്ട് ഒബ്ജക്ട്സ് എന്നാണ് പറയുന്നത്. ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യാൻ പറയുന്നു. ഞങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ തൊട്ടു മുന്നേ ചെയ്തപ്പോ ഇവിടെ കാണുന്ന സെലക്ട് ബൗണ്ടറി ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തത് കൊണ്ടാണ് എന്നോട് എന്ത് മെസ്സേജിൽ ഇവർ പറയുന്നത്? സെലക്ട് ഒബ്ജക്റ്റ് പറഞ്ഞ മെസ്സേജിലൂടെ എന്നോട് അവർ പറയുന്നത്, അല്ലെങ്കിൽ സെലക്ട് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ മെസ്സേജ് ഇവിടെ കാണിക്കുന്നത് എന്തുകൊണ്ടാ? സെലക്ട് ബൗണ്ടറി ഒബ്ജക്റ്റ് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, അതെന്താ സംഭവം ഞാൻ പറയാം. നമ്മൾ ഈ ബൗണ്ടറി എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റ്, അതിനൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ ഇവിടെ ഹാച്ച് വരും. ഈ ഹാച്ചിന്റെ സ്കെയിലാണിത്. ക്ലിയർ. ഞാനിവിടെ 0.2 എന്ന് കൊടുത്ത് എൻ്റർ ചെയ്യാം. അതുപോലെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ആംഗിൾ മാനുവലി ഡ്രാഗ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്യാം ആംഗിള്, എൻ്റർ ചെയ്യാം. ഹാച്ചിന് കളർ വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഹാച്ചിന്റെ കളർ കൊടുക്കാം. ഹാച്ചിന്റെ ബാക്ക്ഗ്രൗണ്ടിന് കളർ വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഓക്കെ, ക്ലോസ് ഹാച്ച് ക്രിയേഷൻ കൊടുക്കുക. ഹാച്ച് ക്രിയേറ്റ് ആവും. ഹാച്ചിനെ എഡിറ്റ് ചെയ്യണമെങ്കിലോ ഈ ഹാച്ചിനകത്ത് സിംഗിൾ ക്ലിക്ക് ചെയ്താൽ മതി. ദെൻ ഹാച്ചിന്റെ പാറ്റേൺ നമുക്ക് ഇവിടുന്ന് ചേഞ്ച് ചെയ്യാം. നോക്കുക, ഒരു പാറ്റേണിന്റെ സ്കെയിൽ ആയിരിക്കില്ല മറ്റൊരു പാറ്റേൺ. ഇവിടെ 0.2 ആണെന്നുള്ളത്, ഞാനിപ്പോ ഒരു 50 എന്ന് കൊടുക്കുകയാണ്. ഉണ്ടോ? 50 വേണ്ട, കൂടുതലാണ്. ഇപ്പോ 10 മതി. ഇനി ഇതിന്റെ കളർ ഞാൻ എന്ത് ചെയ്യുന്നു? ബൈലെയർ ആക്കിയ വെള്ള കളറാവും ഹാച്ചിന്റെ കളർ. ഇത് ബാക്ക്ഗ്രൗണ്ട് കളറാണ്, നെണ്ണ് കൊടുത്ത കളർ പോകും. അപ്പൊ ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ അല്ലെങ്കിൽ നിങ്ങൾ എച്ച് എന്നൊരു പുതിയ പേജ് എടുത്ത് ടൈപ്പ് ചെയ്യുമ്പം നിങ്ങൾക്ക് ഏതല്ല വരുക? സെലക്ട് ഒബ്ജക്റ്റ് പറഞ്ഞ ഓപ്ഷൻ അല്ല ചോദിക്കുക. പകരം എന്താ വരുക? പിക്ക് പോയിന്റ് എന്നൊക്കെ പറഞ്ഞിട്ടാ ചോദിക്കുക. പിക്ക് ഇന്റേണൽ പോയിന്റ് എന്നുള്ള രീതിയിലാണ് ചോദിക്കുക. ഓക്കെ, അതെന്തുകൊണ്ടാണ് ചോദിക്കുന്നത്? ഹാച്ച് എടുക്കുമ്പോൾ എപ്പോഴും ഈ കാണിക്കുന്ന പിക്ക് പോയിന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആക്റ്റീവ് ആയിട്ട് ഉണ്ടാവുക. ഹാച്ചിന്റെ ഡിഫാൾട്ട് ആക്റ്റീവ് എന്ന് പറയുന്നത് ഏത് ഓപ്ഷനാ? പിക്ക് പോയിന്റ് ആണ്. അതുകൊണ്ടാണ് എച്ച് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ പിക്ക് ഇന്റേണൽ പോയിന്റ് ചോദിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോ ഇത് രണ്ടും ഒരു കമ്പാരിസൺ ഇപ്പൊ ചെയ്യാം. നോക്കൂ, ഞാനിങ്ങനെ ക്രോസ് ചെയ്ത് ഒബ്ജക്റ്റ് വരച്ചിട്ടുണ്ട്. എച്ച് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്തിട്ട് പിക്ക് ഇന്റേണൽ പോയിന്റ് എന്ന് പറഞ്ഞ ഈ പിക്ക് പോയിന്റ് നമ്മൾ നോക്കുമ്പോൾ എന്താ സംഭവം? അതൊരു ഒബ്ജക്റ്റിനെ അല്ല ഹാച്ച് ചെയ്യുന്നത്, ക്ലോസ്ഡ് ആയിട്ടുള്ള ഏരിയയാണ് ഹാച്ച് ചെയ്യുന്നത്. നോക്കി, ഇവിടെ മൗസ് വെക്കുക, ഹാച്ച് കണ്ടോ? കണ്ടോ? ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഏരിയ ഹാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് ഓപ്ഷൻ? പിക്ക് പോയിന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. അതായത് നമ്മൾ എച്ച് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുമ്പോൾ ഡിഫാൾട്ട് ആയിട്ട് വരുന്ന ഓപ്ഷനാണ് ഏത്? പിക്ക് പോയിന്റ്. ഇത് വരെ അങ്ങോട്ട് ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഒബ്ജക്റ്റിന്റെ ക്ലോസ്ഡ് ഏരിയ ഹാച്ച് ചെയ്യുന്നതാണ്. അപ്പൊ ഈ സെലക്ട് എന്ന് പറയുന്ന സെലക്ട് ഒബ്ജക്റ്റ് എന്താണ്? ഒരു ഒബ്ജക്റ്റിനെ തന്നെ ഹാച്ച് ചെയ്യുന്നതാണ്. മനസ്സിലായോ? സെലക്ട് ബൗണ്ടറി ഒബ്ജക്റ്റ്. വ്യത്യാസം മനസ്സിലായോ? ഇത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കാം. ഇനി അതോടൊപ്പം തന്നെ ഒരു കാര്യം പറയാനുള്ളത്, എച്ച് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുമ്പം പാറ്റേൺ എന്ന് പറയുന്ന ഹാച്ചിന്റെ ഡിസൈൻ മാത്രമല്ല, പകരം ഒരു സിംഗിൾ കളറിൽ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. ഈ സിംഗിൾ കളർ ഫില്ല് ചെയ്യാൻ എന്താ ഓപ്ഷൻ? സോളിഡ് ആണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് സോളിഡ് എടുത്തിട്ട് ഇഷ്ടമുള്ള കളർ നമ്മൾ എടുക്കുക. കണ്ടോ? ഇഷ്ടമുള്ള കളറിൽ നമുക്ക് ഫില്ല് ചെയ്യാം. ഡബിൾ കളർ ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഏതാണ്? ഇതിന്റെ താഴെ വരുന്ന ഗ്രേഡിയന്റ് ആണ്. അപ്പൊ ഇത് ഫസ്റ്റ് കളർ ഞാൻ സെലക്ട് ചെയ്യുന്നു, ഇത് സെക്കൻഡ് കളറാണ്. ഈ ഒരു കളറിൽ തന്നെ ഡിഫറെന്റ് കോംബോ ഉണ്ടാവും. ഇവിടെ നമ്മൾ ഈ ഒരു ഏരിയയിൽ ക്ലിക്ക് ചെയ്താൽ ഇതിന്റെ ഡിഫറെന്റ് കോംബോ നിങ്ങൾക്ക് കാണാം. സെലക്ട് ചെയ്യുക, ക്രോസ് ഹാച്ച് ക്രിയേഷൻ കൊടുക്കുക. ഇതൊരു ചെറിയ ടോപ്പിക് ആണ്. ഈ ഒരു ടോപ്പിക് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം? ഇന്നത്തെ ടോപ്പിക് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു. താങ്ക് യു. നാളെ വീണ്ടും ഒരു ടോപ്പിക്കായിട്ട് വരാം. ബൈ ബൈ.